ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പതുക്കെ പാറും കണ്ണടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തിരുന്നിട്ട് നമ്മുടെ പ്രിയനും ചെറുതായിട്ടൊന്ന് മയങ്ങുവാട്ടോ. അങ്ങനെ നല്ല ഉറക്കമാകുമ്പോഴേക്കും പെട്ടെന്നാണ് ആ ഒരു ദുരന്തം സംഭവിക്കുന്നത്. അതായത് പാറുവിൻ്റെ കൈ കൊണ്ടിട്ട് തന്നെയാണ് ആ മെഴുകുതിരി പാറുവിൻ്റെ സാരിയിലേക്ക് പിടഞ്ഞിങ്ങനെ കിടക്കുവാട്ടോ. അപ്പോൾ ആ തീ ആളിക്കത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഹാഫ് സാരിയിൽ കയറി പിടിക്കുകയാണ്. ഉടനെ തന്നെ പാർവതി എഴുന്നേക്കുന്നുണ്ട്. അയ്യോ അയ്യോ പ്രിയൻ ചേട്ടാ തീ തീ എന്ന് പറഞ്ഞ് എഴുന്നേക്കാണ്. പ്രിയൻ വേഗം ചാടി എഴുന്നേക്കാണ്. അയ്യോ പാറു, നീ വേഗം ആ സാരിത്തുമ്പ് അഴിച്ചു കളഞ്ഞിട്ട് അവിടേക്ക് ഇട്ട് എന്ന് പറയുന്നുണ്ട്. ശേഷം പാർവതി വേഗം തന്നെ ആ ഹാഫ് സാരിയുടെ സാരി മാത്രം ഊരിയിട്ട് നിലത്തേക്ക് ഇടാട്ടോ. അപ്പോൾ അത് കത്തിപ്പോകുന്നുണ്ട്. ശേഷം പ്രിയം പറയുന്നുണ്ട്, ഹോ നീ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ചില അപകടങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഭാഗ്യമുണ്ട്, സാരി കത്തി തുടങ്ങിയപ്പോൾ തന്നെ നീ കണ്ടല്ലോ, അതുകൊണ്ട് നിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും പാർവതി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ തന്നെ ശ്വാസം എടുക്കാനൊന്നും പറ്റാത്ത പോലെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. ഏയ് പാറു, എന്തു പറ്റി? ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്ന് പറയാണ്. പെട്ടെന്നാണ് പാർവതി തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത്. തൻ്റെ ശരീരത്തിലെ സാരി പോയല്ലോ എന്നറിഞ്ഞിട്ട് പാർവതി പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കാട്ടോ. പ്രിയനെ കാര്യം മനസ്സിലായി. പാർവതിക്ക് വല്ലാത്ത നാണവും ചമ്മലൊക്കെ ഉണ്ടെന്ന്. പ്രിയൻ പറയേണ്ട സാരമില്ല പാറു, ദേ നീ എൻ്റെ ഈ ഷർട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് പ്രിയൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഊരിയിട്ട് പാർവതിക്ക് കൈവച്ചിങ്ങനെ എത്തിച്ച് കൊടുക്കുക കേട്ടോ. പാർവതി ആ ഷർട്ട് വാങ്ങിച്ചിട്ട് വേഗം ഇടുന്നുണ്ട്. അതിനുശേഷം പാർവതി പറഞ്ഞിട്ട് ഇനി പേടിക്കാനൊന്നുമില്ല, മെഴുകുതിരി കത്തിച്ചിങ്ങനെ അടുത്ത് വെച്ചിട്ട് കിടന്ന് നമ്മളെ പറഞ്ഞാൽ മതി, അപകടം വിളിച്ചു വരുത്തത് നമ്മൾ തന്നെയാണ്, സൂക്ഷിക്കണമായിരുന്നു എന്ന് പറയാണ്. ഇപ്പോൾ എന്ത് ചെയ്യും പ്രിയൻ ചേട്ടാ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? രാവിലെ ആവുന്നവരെ കാത്തിരിക്കാം എന്ന് പറയാണ്. എന്നിട്ട് അവർ പതുക്കെ ഒന്ന് കണ്ണടയ്ക്കുക കേട്ടോ. ശേഷം പാർവതി കിടക്കണതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് പ്രിയനും കിടക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അവരറിയാതെ കുറച്ച് അടുത്ത് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ കൈലാസും അതുപോലെ തന്നെ മുക്തയൊക്കെ തന്നെ അവിടേക്ക് മാഡും ഒക്കെ തന്നെ അവിടേക്ക് അന്വേഷിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുവിള സാറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുക്ത ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇനി തുടങ്ങിക്കോ, നമ്മുടെ പ്ലാൻ ചെയ്ത പോലെ തന്നെ തുടങ്ങിക്കോ എല്ലാം പറയാം കേട്ടോ. അങ്ങനെ അവർ എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് സ്റ്റോർ റൂം കൂടി നോക്കാമെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പറയണ്ട, അയ്യോ സ്റ്റോർ റൂമിലൊന്നും ഉണ്ടാവില്ല, എല്ലാവരും പുറത്തേക്ക് പോയതാണ്, അത് താനാണോ തീരുമാനിക്കുന്നത്, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മനഃപൂർവ്വം അകത്തേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ അഴിക്കുമ്പോഴേക്കും ഇത് അകത്തു നിന്ന് ആരോ പൂട്ടിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടെന്നോ? ശരിക്കും ആന തുറക്കെന്ന് പറയാണ്. പെട്ടെന്ന് ആനിങ്ങനെ തുറക്കുമ്പോഴേക്കും കൈലാസ് ആണ് ആദ്യം കയറുന്നത് കേട്ടോ. കൈലാസ് തൊട്ട് പിന്നാലെ മുക്ത, അതിനുശേഷം ഈ കുരുവിള സാറ്, പിന്നെ തൊട്ട് പിന്നാലെ നമ്മുടെ മാഡം, ഇങ്ങനെയാണ് കയറി വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് ഇവരിങ്ങനെ കിടന്നുറങ്ങുന്ന ഭാഗമാണ് കൈലാസ് കാണുന്നത്. ഇവർ വാതിൽ തുറന്നതൊന്നും പാർവതിയും അതുപോലെ തന്നെ പ്രിയനും അറിഞ്ഞേ ഇല്ല കേട്ടോ. അവർ നല്ല ഉറക്കത്തിലാണ്. കൈലാസ് ഇങ്ങനെ ഷോക്കായിട്ട് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുക്ത പറയണ്ട, ആഹാ എന്താ ഒരു ഉറക്കം, രണ്ടുപേരും റൂമിലെ ബെഡിൽ മയങ്ങി അങ്ങ് കിടക്കുന്ന പോലെ അങ്ങോട്ട് കിടക്കുവാണ്. ഇവറ്റകൾക്ക് നാണുമില്ലേ എന്നിങ്ങനെ സാറ് പറയുമ്പോൾ മാഡം പറയണ്ട, അയ്യോ ഇതിലെന്തോ ചതി പറ്റി കാണുമായിരിക്കും, ചിലപ്പോൾ ഓവർ ടൈം കൊടുത്തപ്പോൾ രണ്ടുപേരും ക്ഷീണം കാരണം ഉറങ്ങിയതായിരിക്കും. ഓ മുക്ത പറഞ്ഞ, ഓ മേഡത്തിന് മാത്രം ഇവരെ ഇങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. ശേഷം കൈലാസിൻ്റെ മുഖമൊക്കെ ആകെ മാറുമ്പോൾ മുക്ത പറയേണ്ട, കണ്ടില്ലേ നിൻ്റെ പാർവതിയുടെ യഥാർത്ഥ രൂപം, എന്നിട്ടും അവൻ്റെ ഷർട്ട് അവൾ ഇട്ടിരിക്കണമെന്ന് നോക്കിക്കേ, അവളുടെ സാരിത്തുമ്പോൾ പോലും അവൾ എവിടെയാണെന്ന് പോലും മറന്നു തോന്നുന്നു എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി ചിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കൗശിക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പാർവതി, പ്രിയ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പാർവതിയും പ്രിയൻ എഴുന്നേക്കുന്നത്, ആ സാർ എത്തിയോ, ഓ രക്ഷപ്പെട്ടു, ഞങ്ങളിവിടെ വേണ്ട ഒന്നും പറയണ്ട എന്ന് മുക്ത പറയാണ്. നിങ്ങളെന്താ പറയാൻ പോണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാണ്ട് ഇവിടെ അകപ്പെട്ടതാണ്, പെട്ടുപോയി, ഇതൊക്കെ ഉള്ള സിനിമാ കഥകൾ പോലത്തെ സ്റ്റോറിയല്ലേ നിങ്ങൾ പറയാൻ പോണത്, നിങ്ങളിവിടെ എന്തിനാണ് കിടക്കണമെന്നൊക്കെയുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. പ്രിയൻ പറയേണ്ടത്, മുക്ത മേഡം വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൈലാസിൻ്റെ മുഖമൊക്കെ ആകെ മാറുക കേട്ടോ. കൈലാസിനോട് പാർവതി പറഞ്ഞിട്ട്, സർ ഞങ്ങളെ വിശ്വസിക്കണം, സത്യമായിട്ടും എന്താ സംഭവിച്ചത് സാർ അറിയണം എന്ന് പറയണം. ആ സമയത്ത് മുക്ത പറയണ്ട്, എൻ്റെ കൈലാസേ നീ ഇവർ പറഞ്ഞൊന്നും കേൾക്കണ്ട, ഇവർ പറയാൻ പോണത് പച്ചക്കള്ളമാണ്, നാളെ രാവിലെ തന്നെ രണ്ടിനും ഡിസ്മിസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. കൈലാസ് പറയുന്നുണ്ട്, അതെ ഡിസ്മിസ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും, സർ ഞങ്ങൾ പറയണത് സാറൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പാർവതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കൈലാസ് വിശ്വസിച്ച മട്ടിലട്ടോ. കൈലാസ് അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ രണ്ടുപേരെ മാറി നോക്കേണ്ട കുരുവിള സാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നാണൂരിൽ നിങ്ങൾക്ക് അന്നം തന്നെ
സ്വന്തം കമ്പനി തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് വൃത്തികേട്. നിങ്ങൾക്ക് വേറൊരു സ്ഥലവും കിട്ടില്ലേ? ലോഡ്ജിലൊന്നും റൂം എടുക്കാണ്ട് പൈസ ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഇവിടെ സൗകര്യം ഉണ്ടല്ലോ. അല്ല, ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ? അതോ നിങ്ങളിതിന് മുമ്പും അനാവശ്യം പറയല്ലേ എന്ന് പ്രിയം പറയാണ്. നടക്കട്ടെ നടക്കട്ടെ, ഞങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളുടെ പണിയൊന്നും നടന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കളിയാക്കി പോവാട്ടോ. പെട്ടെന്ന് തന്നെ പാർവതി പൊട്ടിക്കരയാണ്. പ്രിയം പറയണ്ട്, പാറു നീ ഇങ്ങനെ കരയല്ലേ, അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ, നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞാൽ എന്നാലും ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ പോലും അവർ നിന്നില്ലല്ലോ. അതവരുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ് പാറു. അവരൊരു ആണും പെണ്ണും ഒരു റൂമിൽ കിടന്നാൽ അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരുടെ മൈൻഡിൽ അങ്ങനെയാണ്. അവരങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് അവർ ആ രീതിയിൽ നമ്മളെ കണ്ടത്. പക്ഷെ നമുക്ക് നമ്മളെ അറിയാലോ. സാരമില്ല പാറു, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാണ്. ശേഷം അവർ അപ്പം തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. രാവിലെ പാറു തിരിച്ചു വരുമ്പോൾ തന്നെ ഈ ന്യൂസ് എല്ലായിടത്തും പാട്ടാവാട്ടോ. കൂട്ടുകാരികളൊക്കെ പാർവതി എടുത്ത് ചോദിക്കുകയാണ്, എടി ഇന്നലെ രാത്രി കാര്യമായിട്ട് എന്തെങ്കിലും നടന്നോ? എങ്ങനെ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് പറയടി. അതൊന്നും നിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണോ? ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? അമ്പടി കള്ളി, സ്റ്റോർ റൂമിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, അവിടെ എങ്ങനെയായിരുന്നു സെറ്റപ്പ്? നിങ്ങൾ എങ്ങനെയാണ് ആദ്യം അങ്ങോട്ട് പോയത്? കഥ പറയടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹോസ്റ്റലിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ പാർവതിയായിട്ട് സംസാരിക്കുക കേട്ടോ. പാർവതിക്ക് വിഷമം കൊണ്ട് പാർവതി വേഗം തന്നെ റൂമിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ മേഡം അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? പാർവതി, അത്തരം കാര്യമൊന്നുമല്ല, ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ അവളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് മേഡം അവിടെ നിന്ന് പോകുന്നുണ്ട്. പാർവതി പൊട്ടിക്കരയാണ്. മേഡം സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ പാർവതി നീ കരയല്ലേ, എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ മേഡം, ഞാൻ പോകുക. എന്തിനാണ് ഞാനിവിടെ നിൽക്കണത്? എല്ലാവരും എന്നെ കളിയാക്കുക, വേറൊരു രീതിയിലാണ് എല്ലാവരും എന്നെ കാണുന്നത്. എനിക്ക് വയ്യ ഇനി ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞിട്ട് പാർവതി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പ്രിയൻ്റെയും അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രിയൻ്റെ അമ്മ അറിയുന്നുണ്ട്. അവൾ കൂടെ പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അവളെ നല്ല ലക്ഷണമൊത്ത പെണ്ണൊന്നുമല്ല, അവലക്ഷണമൊത്ത പെണ്ണാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രിയം പറഞ്ഞ, അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ അമ്മ ഒന്ന് മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കാനാടാ? ഇപ്പം അവിടെ നടന്ന സംഭവങ്ങളെ ഇപ്പം നാട്ടിൽ പാട്ടാണ്. നീയും അവളും തമ്മിൽ എന്തോ വേണ്ടാത്തതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നോ നിങ്ങൾ തമ്മിൽ അവിഹിതമാണെന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത്. എടാ, നിങ്ങൾക്ക് അങ്ങനെ എന്തുണ്ടെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മയും എന്നെ വിശ്വസിക്കുന്നില്ലേ, ഞാൻ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? നാണക്കേടായി. നിൻ്റെ അനിയത്തിക്ക് ഇനി എങ്ങനെയാടാ പുറത്തിറങ്ങി നടക്കാൻ പറ്റുക? എൻ്റെ കാര്യം നീ ആലോചിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തട്ടെ. എല്ലാവരും പരസ്പരം പ്രിയനെയും അതുപോലെ തന്നെ പാറുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈലാസിൻ്റെ അടുത്തേക്ക് രാവിലെ പിരിച്ചുവിടണ മുമ്പ് തന്നെ പ്രിയനും അതുപോലെ തന്നെ പാർവതിയും തന്നെത്താനെ പിരിഞ്ഞു പോകാമെന്ന് സമ്മതിച്ച് സമ്മതപത്രം എഴുതി കൊടുക്കാൻ വേണ്ടി കൈലാസിൻ്റെ അടുത്ത് പോകാൻ പോകുന്ന ഭാഗത്തോടെയാട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോണത്. എന്തായാലും പാർവതിനെയും പ്രിയനെ പെട്ടെന്ന് അങ്ങ് വിടുമെന്ന് തോന്നണില്ല കൈലാസ്. പക്ഷെ പാർവതിനെ എല്ലാവരും കളിയാക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്ത രീതിയിൽ മോശപ്പെട്ട രീതി തന്നെയാണ് പാർവതി എടുത്ത് എല്ലാവരും പെരുമാറണത്. അതായത് അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു, എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ചോദിച്ചു എല്ലാവരും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ചിരിക്കുക കേട്ടോ. പാർവതി പൊട്ടി കരയാണ്. പ്രിയൻ്റെ മുഖത്ത് നോക്കാൻ പോലും പാർവതിക്ക് ധൈര്യമില്ല. താൻ കാരണം പ്രിയൻ ചേട്ടന് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ് പാർവതി ആലോചിക്കുന്നത്. പ്രിയൻ ആലോചിക്കുന്നത്, ഈശ്വര പാർവതിക്ക് നാണക്കേടായാലോ, പാർവതിക്ക് ഒരു അവസ്ഥ വന്നല്ലോ, അവളൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് പ്രിയനും ആകെ വിഷമമാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.